നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. SIT തലവൻ AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ പ്രതികളെ ചോദ്യം ചെയ്തു. പ്രതികൾ അന്വേഷണവുമായി സഹകരിച്ചില്ലെങ്കിൽ മാത്രം തുടർ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. കേസിലെ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, പോലീസ് ഉദ്യോഗസ്ഥരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെയാണ് SIT ചോദ്യം ചെയ്യുന്നത്. മുൻകൂർ ജാമ്യവ്യവസ്ഥ പ്രകാരം എല്ലാവരും ഇന്ന് SITക്ക് മുന്നിൽ ഹാജരാവുകയായിരുന്നു. ഓരോരുത്തരെയും ഒറ്റയ്ക്കിരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിനായി പ്രത്യേക ചോദ്യാവലി നേരത്തെ തന്നെ SIT തയ്യാറാക്കിയിരുന്നു. മർദ്ദനത്തിന് ഉപയോഗിച്ചത് ഔദ്യോഗിക ലാത്തിയല്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. മർദ്ദിക്കാൻ ഉപയോഗിച്ച മരക്കഷ്ണങ്ങൾ എവിടെയെന്ന് അന്വേഷണ സംഘം പ്രതികളോട് ചോദിക്കും. ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ലാത്തി തന്നെയാണ് ഉപയോഗിച്ചതെന്നാണ് പ്രതികളുടെ നിലപാട്. 3 ദിവസം ചോദ്യം ചെയ്യാനാണ് കോടതി അനുമതി നൽകിയത്. അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ 1 ലക്ഷം രൂപ ബോണ്ടിലും 2 ആൾജാമ്യത്തിലും പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. അതേസമയം കേസിൽ തൽക്കാലം കോടതിയെ സമീപിക്കേണ്ടതില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. പ്രോസിക്യൂഷൻ ലഭിച്ച നിയമോപദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കേസിനെ നേരിടാൻ 2 വഴികളാണ് പരാതിക്കാരുടെയും പ്രോസിക്യൂഷന്റെയും മുന്നിലുള്ളത്. ജാമ്യം റദ്ദു ചെയ്യാൻ അപേക്ഷ നൽകുകയോ മേൽക്കോടതിയോ സമീപിക്കുകയോ ചെയ്യാം. എന്നാൽ പ്രതികൾ മുൻകൂർ ജാമ്യവ്യവസ്ഥ ലംഘിക്കുകയോ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുകയോ ചെയ്താൽ മാത്രം നടപടിയുമായി മുന്നോട്ടു പോകാമെന്നാണ് നിലവിൽ പ്രോസിക്യൂഷന് കിട്ടിയ നിയമോപദേശം. ന്യൂസ് മലയാളം, ആലപ്പുഴ.